ഉൽപ്പത്തി 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ മനസ്സിൽ ഈ ലോകം സൃഷ്ടിക്കുന്നത് മുൻപും ഇപ്പോഴും ഇനി വരുവാനിരിക്കുന്ന കാലത്തും ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നമ്മൾ, ദൈവത്തിൻ്റെ മക്കൾ. നമുക്കായി അവൻ ഈ ലോകം സൃഷ്ടിച്ചു, നമ്മോടൊപ്പം ജീവിക്കാൻ. അതിമനോഹരമായി ഈ ലോകം സൃഷ്ടിക്കുമ്പോഴും അവൻ്റെ കണ്ണിൽ നമ്മൾ ഓരോരുത്തരുമായിരുന്നു. നമ്മൾ ഓരോരുത്തരുടെ മുഖമായിരുന്നു. നമ്മളോടൊപ്പം ജീവിക്കാൻ അവൻ അന്ന് ഏദൻ തോട്ടം സൃഷ്ടിച്ചു. പക്ഷേ നമ്മളുടെ പാപം കാരണം, നമ്മളുടെ അനീതി കാരണം, നമ്മുടെ നീതിക്കായി, നമ്മളുടെ പാപപരിഹാരത്തിനായി അവൻ മനുഷ്യനായി ജനിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് മാതൃകയായി കാണിച്ചു തന്ന് സ്വയം ക്രൂശിലേക്ക് നടന്നു നീങ്ങി. സത്യത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു, അതും അതിൻ്റെ വേദന എന്തെന്നറിഞ്ഞ്, അത് എത്രമാത്രം പെയിൻഫുൾ എന്നറിഞ്ഞ് ഇഞ്ചിഞ്ചായി മരിക്കാൻ തയ്യാറാവണമെങ്കിൽ അയാൾക്ക് നമ്മളോടുള്ള സ്നേഹം എത്ര മാത്രമായിരിക്കും, എത്രയധികം നമ്മളെ അയാൾ സ്നേഹിക്കുന്നിട്ടുണ്ടാവും. അന്ന് ആ ആണിമേൽ തൂങ്ങുമ്പോൾ, ഓരോ അടിയും ഏറ്റുവാങ്ങുമ്പോൾ, വേദന സഹിക്കുമ്പോൾ, ആ കണ്ണിലും ആ മനസ്സിലും ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: മക്കളെ, നിങ്ങൾ എന്നെ തിരിച്ചറിയുമോ? മക്കളെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ? നിങ്ങൾക്കായി ഞാനിതാ ഓരോ വേദനയും സഹിക്കുന്നു. ആ കണ്ണിലൂടെ മിന്നിമറിഞ്ഞത് നമ്മൾ ഓരോരുത്തരുടെയും മുഖമായിരിക്കും. എൻ്റെ മുഖമായിരിക്കും, നിങ്ങളുടെ മുഖമായിരിക്കും. ആ മരണത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത് ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അതും നമുക്ക് വേണ്ടി, മാനവരാശിയുടെ പാപപരിഹാരത്തിനായി. അപ്പോഴും സ്വർഗാരോഹണം കഴിഞ്ഞിട്ടും അവൻ നമ്മളെ അനാഥരാക്കി വിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ വിട്ട്, മോനെ, മോളെ, അങ്ങോട്ട് പോവല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യൂ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മളുടെ കൂടെ നടക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. ജോൺ 14:15 ചാപ്റ്ററിൽ പറയുന്നു, നിങ്ങളെ ഞാൻ അനാഥരായി വിടില്ല. എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും ഞാൻ നിങ്ങൾക്കത് തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നു പോകുന്നു. വചനത്തിലൂടെയെല്ലാം യേശുവോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങല്ലേ, ഭ്രമിച്ചു പോകല്ലേ. എന്നിൽ വിശ്വസിച്ച് എൻ്റെ കൂടെ നടന്നാൽ മാത്രം മതി, ഞാൻ നിങ്ങൾക്കുണ്ട് എന്നാണ്. നമ്മളോടുള്ള സ്നേഹം മാത്രമാണ് ഈ വചനത്തിൽ മൊത്തം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഒരു ദിവസം ഒരു കാഹള ശബ്ദം നമ്മൾ കേൾക്കും. നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായി സ്വയം നേരിട്ട് അവൻ വീണ്ടും മധ്യാകാശത്തിൽ നമുക്ക് വെളിപ്പെടും. ദിവസവും അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കും. എൻ്റെ മക്കൾ എന്നെ അന്വേഷിക്കുന്നുണ്ടോ, എന്നെ നോക്കുന്നുണ്ടോ, എൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം ആദ്യം മുതൽ ഇപ്പോൾ വരെ ഇനിയുള്ള ലോകത്തിലും അവൻ കാത്തിരിക്കുന്നത് നമ്മളെയാണ്, നമ്മളുടെ സ്നേഹമാണ്. സമ്പത്തോ നമ്മൾക്കുള്ളതൊന്നുമല്ല, നമ്മളുടെ ഹൃദയം മാത്രമാണ്. കാരണം അവൻ നമ്മളെ സ്നേഹിക്കുന്നു,
അതിനാണല്ലോ അവൻ തൻ്റെ സ്വയം ജീവൻ വെടിഞ്ഞ് നമുക്കായി കാത്തിരിക്കുന്നത്. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 22 അവസാന വാക്യം വരെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്. അന്നു മുതൽ ഇപ്പോഴും ഇനി വരുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ നിങ്ങൾ മാത്രമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു.